എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഫ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ എന്നാണ്. കാരണം ഫ്രിഡ്ജ് ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മയുടെ ഫ്രിഡ്ജിനെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ. അമ്മ എങ്ങനെ ഇത് നീറ്റായിട്ട് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഞാനും അമ്മയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഇതിന് മുന്നേ കുറച്ച് പഴയ വീഡിയോ ആണ്, കണ്ടവർക്കറിയാം. ഞാൻ ഫ്രിഡ്ജ് ഓർഗനൈസേഷൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ദാവൺഗിരിയിൽ ഞങ്ങളുടെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഐറ്റംസ് ഒക്കെ മീഷോന്നും ആമസോണിന്നൊക്കെ വാങ്ങിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഒക്കെ ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഫ്രിഡ്ജിൽ അതുപോലത്തെ സംഭവങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. വാങ്ങിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്തോ കാരണങ്ങൾ കൊണ്ട് അതെനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതൊരു പുതിയ ഫ്രിഡ്ജ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വൃത്തികൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതിപ്പോൾ ഒരു 2 മാസം ആയതേ ഉള്ളൂ അമ്മ വാങ്ങിച്ചിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ കുറച്ച് മാഗ്നറ്റ്സ് ഒക്കെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ മൈസൂർ പോയിട്ടുണ്ടായിരുന്നു, അച്ഛനും അമ്മയും. നമ്മൾ ദാവൺഗിരിയിൽ നിന്ന് അവരുടെ ഫാമിലി എല്ലാവരും കൂടിയിട്ട്. ആ സമയത്ത് അമ്മ വാങ്ങിച്ചാണ് ഈ മൈസൂർ. പിന്നെ ഗോവ, പോണ്ടിച്ചേരി, ഊട്ടി ഇതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അമ്മ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നുണ്ടെങ്കിലും അമ്മേൻ്റെ അടുത്ത് പറയും എന്താ വേണ്ടതെന്ന് വെച്ചാൽ അമ്മ പറയുന്നത് ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിച്ചുകൊണ്ട് പോവാം. അമ്മയ്ക്കിപ്പം ഇത് ഇഷ്ടമാണ്, ഇങ്ങനെയൊക്കെ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് വെക്കുന്നതൊക്കെ അമ്മയ്ക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് എന്ത് ചോദിച്ചാൽ അമ്മ പറയും ഞാൻ എന്തെങ്കിലുമൊക്കെ വേണോ എന്നൊക്കെ ചോദിച്ചാൽ പറയും ഒന്നും വേണ്ട. അച്ഛനും പറയാറുണ്ട് കേട്ടോ, അച്ഛനും പറയും ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന്. പിന്നെ ഇത് ഞാൻ വെറുതെ ഇതെന്താ പറയുക ഞാൻ വാങ്ങിക്കാൻ കാരണം അതിനൊരു ആക്ച്വൽ കാരണമുണ്ട്. ഞങ്ങൾ പഴയ ഫ്രിഡ്ജിൽ എവിടെയോ ചെറിയൊരു ഡെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് ആ ഡെൻറ്റ് എങ്ങനെ വന്നതെന്നറിയില്ല, ചിലപ്പോൾ ആരോ പെട്ടെന്ന് തുറന്നപ്പോൾ എവിടെ തട്ടിയതോ എന്താണെന്നറിയില്ല, ഒരു ചെറിയ ഡെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അത് നമുക്കൊന്ന് കവർ ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക, അന്ന് നമുക്ക് ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഇല്ല കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ ആമസോണിൽ കണ്ടിട്ട് വാങ്ങിച്ച സംഭവമാണ്. ഇതും ഫ്രിഡ്ജ് മാഗ്നറ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ആ ഡെൻറ്റിൻ്റെ മുകളിൽ ഇതിങ്ങനെ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫ്രിഡ്ജ് മാറിയപ്പോഴേക്കും ഞാനത് കളയാൻ നിന്നില്ല. എനിക്ക് എന്തോ അത് രസമുണ്ട് തോന്നി, അപ്പോൾ അവിടെ വെച്ചു. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഫ്രിഡ്ജിൻ്റെ പുറത്തുള്ള. ഈ ഫ്രിഡ്ജിൽ എന്തോ പുറത്ത് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, പവർ കൂളും ഫ്രിഡ്ജ്. അപ്പം ഞാനിത് ഫ്രിഡ്ജ് മോഡിലേക്ക് ആക്കി വയ്ക്കാം. ഒത്തിരി പവർ കൂളൊക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് പുകയൊക്കെ വരാൻ തുടങ്ങും കേട്ടോ. നമുക്ക് ഫ്രിഡ്ജ് തുറന്ന് നോക്കാം. ഫ്രിഡ്ജ് തുറന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്. അമ്മ ഫ്രോസൺ ഗ്രീൻ പീസ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വരുന്നതാണ് അമ്മ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനം കേട്ടോ. കാരണം കൺമണിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അമ്മ പറയും ഗ്രീൻ പീസ് നല്ലതല്ലേ പറഞ്ഞിട്ട് ഇത് ഇവിടുന്ന് മോളിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. പിന്നെ ഇതൊരു പരിപ്പാണ്. ഇത് നമ്മളൊരു പരിപ്പല്ല, ഒരു ചെറുപയറിൻ്റെ വേറൊരു തരത്തിലുള്ള ഒരു സംഭവമാണ്. ഈ മുതിര പോലെയുള്ളത് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഇത് എന്താണെന്നറിയോ, ഇത് ദാവൺഗിരിയിൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ ലാസ്റ്റ് ടൈം എപ്പോഴും അവർ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഞങ്ങളിത് അമ്മ ഫ്രീസറിൽ വെച്ചിരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകുമെന്ന് വിചാരിച്ചിട്ട് അത് യൂസ് ചെയ്യാറില്ല, കുറവാണ്. പിന്നെ ഒരു പാക്കറ്റ് കോൺഫ്ലോർ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാ വെച്ചതെന്ന് അറിയില്ല, വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചുക്കുപൊടിയാണ്. ഇത് ഞാനാണ് കേട്ടോ ഈ ചുക്കുപൊടി വെച്ചത്. പിന്നെ ഇതിനകത്തുള്ളത് ഒരു ചിക്കൻ പൊരിച്ചതിൻ്റെ ഒരു പൊടിയുണ്ട്. പിന്നെ എന്തുണ്ട്, പിന്നെ അച്ചാർ പൗഡർ. പിന്നെ ഞാൻ ഒരു പാക്കറ്റ് ബട്ടറും കൂടി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എന്തിനാണ് ഇതിനകത്ത് വെച്ചെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൺമണി കാണാതെ ചെറിയ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഞാൻ ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഐസ് ക്യൂബ്സ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്രീസറിൽ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ദാവൺഗിരി പോയിട്ട് അവിടുത്തെ ഫ്രീസറിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അവിടുത്തെ വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവും, അത്രയും സാധനം. അപ്പോൾ നമുക്കിതിൻ്റെ അകം ഒന്ന് ചെക്ക് ചെയ്യാം. കുറച്ച് സാധനങ്ങളുള്ളൂ, ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല. എന്നാൽ നമുക്കൊന്ന് കയറി നോക്കാം അല്ലേ. ഇതാണ് കേട്ടോ ഇതിൻ്റെ അകം. അപ്പം ഞാനിത് തുറന്ന് നോക്കാൻ പോവാണ്. ഇതിനകത്ത് ആദ്യം തന്നെ കയ്യിൽ കിട്ടിയത് ഒരു ചീഞ്ഞളിഞ്ഞൊരു ഗ്രേപ്സ് ആണ്. കാരണം ഉണ്ടല്ലോ, ഇത് ഞാൻ വെച്ചതാണ്. പിന്നെ ഇത് വാങ്ങിച്ച സമയം മുതൽ ഇവിടെ എല്ലാവർക്കും ചുമയാണ്. അപ്പോൾ നമുക്കിത് സൂക്ഷിച്ചിട്ട് കാര്യമില്ല, കാരണം നമ്മൾ കുറേ ദിവസമായി എടുത്ത് കളയാം. പിന്നെ അമ്മ 2 പാക്കറ്റ് ഓപ്പൺ ചെയ്യാത്ത പാലുണ്ട് കേട്ടോ. പാലിവിടെ ഇപ്പം നമ്മളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് വാങ്ങിച്ച് സ്റ്റോർ ചെയ്യണം. കാരണം നമുക്ക് എപ്പോഴും പാലിന് ആവശ്യമാണ് ഇവിടെ, ഇടയ്ക്കിടയ്ക്ക് ചായയും കാപ്പിയൊക്കെ കുടിക്കാനൊക്കെ. പിന്നെ നമുക്കിവിടെ തൈരുണ്ട് കേട്ടോ. തൈരും ഞാൻ ഇതുപോലെ തൈര് എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറയാറുണ്ട്. ഞാൻ എൻ്റെ ഒരു കിച്ചൺ ട്രിക്സിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. തൈര് എപ്പോഴും ഇതുപോലത്തെ ഒരു ബോക്സിൽ വെക്കുകയാണെങ്കിൽ ഒത്തിരി വെള്ളം പോലെ ഇല്ലാതെ നല്ല കട്ടി പോലെ ഇരിക്കും കേട്ടോ. ഇത് നല്ല കട്ടി പോലെ ഉണ്ട്.
അപ്പോൾ നമ്മൾ എപ്പോഴും കയ്യിൽ സൂക്ഷിക്കുമ്പം അതേ പാക്കറ്റിൽ റബ്ബർ ബാൻഡിലിട്ട് സൂക്ഷിക്കാതെ ഇതുപോലത്തെ നല്ല ഉറപ്പുള്ള ഒരു എയർ കിടക്കാത്ത ഒരു പാത്രത്തിൽ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ കുറേ ദിവസം ഇതിന് പുളിയും വരില്ല, പ്ലസ് അതിന് നല്ല കട്ടിയായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. നല്ല ചോറിൻ്റെ സാമ്പാറിൻ്റെ ഒക്കെ കൂടെ ഇതുപോലെ നല്ല കട്ടിയുള്ള തൈര് ഒഴിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ സൂക്ഷിക്കാം. അപ്പോൾ അമ്മയും ഇതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു എന്തോ കറിയാണ്. ഇത് ചിക്കൻ കറിയാണ് കേട്ടോ. ഇത് ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. അപ്പോൾ നല്ല വരട്ടി ഉണ്ടാക്കി വെച്ചതാണ്. അപ്പം നമ്മളിതിനെ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഈ ഒരു പാത്രവും നമ്മളിങ്ങനെ വീട്ടിൽ സ്റ്റുഡൻസ് ഒക്കെ വിൽക്കാൻ വരില്ലേ, MB ഒക്കെ അങ്ങനെ എന്തോ കഴിഞ്ഞവരും, അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ നല്ല യൂസ്ഫുള്ളാണ്, നല്ല എയർ ടൈറ്റ് ആയിട്ടുണ്ട്. അവർ പറഞ്ഞു ഇത് മൈക്രോവേവ് ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളിതൊരു മൈക്രോവേവ് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു ബോക്സാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്ത് പറയും, അമ്മ നമുക്ക് കറിയൊക്കെ ഇതുപോലത്തെ സ്റ്റോർ ചെയ്യാം, എയർ കിടക്കാതെ, അങ്ങനെയൊക്കെ പറയില്ലേ. പിന്നെ ഇവിടെ 2 ആൾക്കാരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഭക്ഷണമൊക്കെ ബാക്കി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കരുതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ 2 പേർക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ബാക്കി ആവാതിരിക്കില്ല, അങ്ങനത്തെ ഒരു വീടും ഉണ്ടാവില്ല എന്ന്. ഇത് നമ്മുടെ കറിവേപ്പിലാണ് കേട്ടോ. കറിവേപ്പിലേനെ നമ്മൾ ഇതുപോലെ ഒരു ബോക്സിലാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നമുക്ക് കേടുകൂടാണ്ട് നിൽക്കും. ഇതിപ്പം കുറേ നാൾ, 1 മാസത്തിന് മുകളിലായി. അതുകൊണ്ട് തന്നെ ഇത് അമ്മയ്ക്ക് ഫ്രീ ആയിട്ട് കൊടുത്തതാണ് കേട്ടോ, എവിടെ ഒടിഞ്ഞു വീണപ്പോൾ. അതുകൊണ്ട് തന്നെ അമ്മ ഇത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്തിരി എടുത്ത് സൂക്ഷിച്ച് വെച്ചത്. പക്ഷെ അതിൽ കുറച്ചൊക്കെ ചീഞ്ഞ് പോയതുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഇതെന്താ നോക്കട്ടെ, ഇതും എന്തോ കറിയാണ്. ഇത് ഇന്നലെ ഉണ്ടാക്കിയ എന്തായിരുന്നു നമ്മുടെ ഏത്തക്ക കറിയാണ് കേട്ടോ. നമുക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല നാടൻ ഫുഡൊക്കെ. ഇതിലും എന്തുണ്ട്, ഇതും ഏത്തക്ക വെച്ചിട്ടുള്ളൊരു തോരനാണ്, അതും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഞാൻ എൻ്റെ ഫ്രിഡ്ജിൽ വയ്ക്കുന്നില്ല, ഞാൻ എടുത്തിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഫുഡിൻ്റെ കൂടെ കഴിക്കാം. ചോറിൻ്റെ കൂടെ എനിക്ക് കറിയുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ചെറിയ തേങ്ങ വെച്ചിട്ടുണ്ട്, അത് ഞാനിവിടെ താഴെ വയ്ക്കാനേ. പിന്നെ ഇത് നമ്മുടെ നീർദോശയുടെ മാവാണ്. കൺമണിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീർദോശ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉഴുന്നിടാത്ത ദോശ. ഇന്ന് രാവിലെ അരച്ചതാണ്. എല്ലാവരും ദോശ വെച്ചിട്ട് ബാക്കി ഇത്രയും ഉണ്ടായിരുന്നു. ഇപ്പം കൺമണിക്ക് രാത്രിയിലേക്കാൾ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ ഇതുപോലത്തെ ഒരു ബോക്സിലാക്കി വെച്ചു. പിന്നെ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നൊരു സംഭവം അച്ചാറുകളാണ് കേട്ടോ. കാരണം ഇവിടെ എല്ലാവർക്കും അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അച്ചാർ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ അച്ചാർ നമ്മുടെ മാങ്ങ അച്ചാറാണ്. ഞാനൊരു വീഡിയോയിൽ ചെയ്തൊരു മാങ്ങ അച്ചാറാണ് കേട്ടോ. ഈ മാങ്ങ അച്ചാർ എനിക്ക് ഒരുപാട് വ്യൂസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പം മാങ്ങ അച്ചാറാണ് കേട്ടോ ഇത്. പിന്നെയുള്ളത് ഉപ്പിലിട്ട മാങ്ങ. ഉപ്പിലിട്ട മാങ്ങ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉപ്പിലിട്ട മാങ്ങ വെച്ചിട്ട് ഞാൻ എന്തുണ്ടാക്കും, ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഉപ്പിലിട്ട മാങ്ങ വെറുതെ നമ്മുടെ കാന്താരി മുളകും കൂടി പിഴിഞ്ഞ് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. അച്ഛൻ്റെ ഒക്കെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഉണ്ട്. ഇത് അമ്മയുടെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതാണ്. പിന്നെയുള്ളത് എന്താ നോക്കട്ടെ, ഇത് അമ്മയുടെ സ്പെഷ്യൽ ചെറുനാരങ്ങ അച്ചാറാണ് കേട്ടോ. എനിക്ക് മുന്നേ ചെറുനാരങ്ങ അച്ചാർ മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം എനിക്ക് മാങ്ങച്ചാർ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ചെറുനാരങ്ങ അച്ചാർ കഴിക്കാറേ ഇല്ല. അപ്പം ഈ ഒരു ഇതിൽ മൊത്തം അച്ചാറുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അച്ചാർ. ഇത് ഞാനൊന്ന് ഉണ്ടാക്കിയ അച്ചാറാണ്. അതിൽ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബോക്സിലാക്കി ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടേ ഇല്ല. യൂസ് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ചെറിയ ഡബ്ബ കഴിഞ്ഞിട്ട് വലുത് തുറക്കാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഒരു പാക്കറ്റ് ബ്രെഡിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, അത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചിലവർ പറയാറുണ്ട്, ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് ബ്രെഡ് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്ന്. എനിക്കത് അറിയില്ല കേട്ടോ. അത് അറിയുന്നത് ആരെങ്കിലും കമൻറ്റ് ചെയ്യാൻ കേട്ടോ. ഞാൻ പക്ഷേ ഇത് ഇത്രയേ ഉള്ളൂ, പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും മോശമായി പോകുന്നു വിചാരിച്ചിട്ട് ഞാൻ ഇതിനകത്ത് സൂക്ഷിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത് അറിയുന്നവർ ഇതിന് താഴെ കമൻറ്റിൽ പറയണേ. നമ്മുടെ പച്ചക്കറി ട്രേ ഒന്ന് തുറന്നു നോക്കാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പച്ചക്കറിക്ക് എപ്പോഴും നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതെ നിൽക്കും കേട്ടോ. ഇതും ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു ടിപ്പാണ്. ഇതാ വെണ്ടയ്ക്കനൊക്കെ ഇതുപോലെ 2 സൈഡും കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ബോക്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ മൂത്ത് നശിച്ചു പോവാതെ കുറേ ദിവസം നന്നായിട്ട് നിൽക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതെന്തായിരുന്നു നോക്കട്ടെ, ഇത് പുതിനയുടെ ഇലയാണ് കേട്ടോ. ഇതൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു മാസം കഴിഞ്ഞു. പക്ഷെ കുറച്ചൊക്കെ മഞ്ഞ വന്നിട്ടുണ്ട്, കളയാനായി. പക്ഷെ അമ്മ പറഞ്ഞു കളയണ്ടെന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ പെട്ടെന്നൊന്നും സാധനങ്ങൾ കളയില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതെന്താന്ന് നോക്കട്ടെ,
ഇത് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയിലയും ഞാൻ ഇതുപോലെ ടിഷ്യൂ വെച്ചിട്ടാണ് മല്ലിയിലയും സൂക്ഷിച്ചു വെക്കുക. ഇങ്ങനെ സൂക്ഷിച്ചാൽ കുറേ ദിവസം നിൽക്കും കേട്ടോ, കേട് കൂടാതെ കുറേ നാൾ നിൽക്കും. പിന്നെ ഉള്ളത് നമ്മുടെ പച്ചമുളകിലും ടിഷ്യൂ വെച്ചിട്ടുണ്ട്. പച്ചമുളകിനെ അമ്മ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ച് ഡ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഈ അറ്റം പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ടിഷ്യൂ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ സ്റ്റോർ ചെയ്യാം കേട്ടോ. പിന്നെ ഒരു വെള്ളരിക്ക സ്റ്റോർ ചെയ്യാൻ എനിക്കറിയില്ല. വെള്ളരിക്ക ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് ഇതിനെ സീൽ ചെയ്യാം. പക്ഷെ ഇത് ഓപ്പൺ ചെയ്യാത്തായതുകൊണ്ട് ഞാൻ അതുപോലെ തന്നെ വെച്ചു. ഇനി ഇതിനകത്തുള്ളത് തക്കാളിയാണ് കേട്ടോ. തക്കാളിയും ഇതുപോലെ തന്നെ ഇപ്പൊ പെട്ടെന്ന് തക്കാളി കേട് വരുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിന് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് നമുക്ക് ഇതുപോലെ ടിഷ്യൂല് കവർ ചെയ്ത് വെക്കാമല്ലോ. നോക്കാം. ഇതിന്റെ ഒരു ടിപ്പ് ഞാൻ പറയാം കേട്ടോ. കാരണം ഞാൻ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ തക്കാളിയുടെ കാര്യം ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പൊ നമുക്കിത് സക്സസ് ആവുമെന്ന് അറിയില്ല. കാരണം കുറേ പ്രാവശ്യം വാങ്ങിച്ചതൊക്കെ അമ്മ പറയണ്ടായിരുന്നു എല്ലാം നശിച്ചു പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു പെട്ടെന്ന്. ഞാൻ അതിനിടയ്ക്കൊരു മണ്ടത്തരം കാണിച്ചു കേട്ടോ. ഞാൻ ഫ്രിഡ്ജ് ഓഫ് ചെയ്യാതെ കുറച്ച് സമയം തുറന്നു വെച്ചിട്ട് സംസാരിച്ചില്ലേ, അപ്പോഴേക്ക് വാർണിംഗ് വരാൻ തുടങ്ങി. അപ്പം ഞാനത് ഓഫ് ചെയ്തു കേട്ടോ, ഫ്രിഡ്ജ് ഓഫ് ചെയ്തു. പിന്നെ ഇത് ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റും ഇതുപോലെ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഒരു ചോക്ലേറ്റിൻ്റെ പാക്കറ്റാണ് കേട്ടോ. കണ്ണു കാണാതെ ഏറ്റവും താഴ്ഭാഗത്ത് അമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ശരിക്കുണ്ടല്ലോ ഈ വീഡിയോ ചെയ്യാനൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കിച്ചൺ ടിപ്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഞാൻ ഇതുപോലെയൊക്കെ സൂക്ഷിക്കണമെന്ന് പറയില്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യും, ആ സ്വാതി ഇങ്ങനെ സൂക്ഷിക്കാറുണ്ടോ എന്നൊക്കെ എന്നെ ഇങ്ങനെ സംശയമായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചെയ്യാറുണ്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെങ്ങനെ സ്റ്റോർ ചെയ്തൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാനൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുമല്ലോ. ഇപ്പം നോക്കും, നമ്മൾ ഇങ്ങനെയൊക്കെ നീറ്റായിട്ട് ഇതിൽ വെക്കുകയാണെങ്കിൽ എത്ര സ്പേസ് കിട്ടും നമുക്ക് ഇതിനകത്തല്ലേ. ആദ്യമൊക്കെ എൻ്റെ അമ്മയുടെ ഫ്രിഡ്ജാണെങ്കിലും എൻ്റെ ദാവണഗിരത്തെ ഫ്രിഡ്ജാണെങ്കിലൊക്കെ എന്താ പറയുക, കുറേ സ്റ്റീൽ പാത്രം നിറഞ്ഞിരിക്കില്ല സാധാരണ. നമ്മുടെ എന്താ പറയുക കബോർഡിൽ ഉണ്ടാവില്ലേ സ്റ്റീൽ പാത്രം, അതത്രയും സ്റ്റീൽ പാത്രം ഇതിനകത്തും കാണാം. അപ്പോൾ ആ ഒരു സ്റ്റീൽ പാത്രം അതിന് വലിയൊരു അടപ്പൊക്കെ വെച്ചിട്ട് ഈ ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ വെക്കാനൊന്നും സ്ഥലം ഉണ്ടാകാറില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മളിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ അത് എത്ര സ്പേസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയെന്ന് ഇപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യണം ഇങ്ങനെ പറയാറ്. ഇനി നമുക്ക് ഇതിന്റെ സൈഡ് ഡോർ നോക്കാം. സൈഡ് ഡോറിൽ ഇതാ മെയിനായിട്ട് ഞാൻ തണുത്ത വെള്ളം വെച്ചിട്ടുണ്ട് 2 ബോട്ടിൽ. പിന്നെ തണുത്ത വെള്ളം ഇപ്പം മഴയായതുകൊണ്ട് ഞങ്ങൾ ആരും കുടിക്കാറില്ല, പക്ഷേ എനിക്ക് അല്ലെങ്കിൽ തണുത്ത വെള്ളം നിർബന്ധമാണ്, അതുകൊണ്ട് ഞാൻ തണുത്ത വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും ഞാൻ എപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എപ്പോഴും ഇതുപോലൊരു ബോട്ടിൽ പാല് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സ്പേസ് കൺസ്യൂം ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറൊരു കുഞ്ഞു പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ ഒത്തിരി സ്ഥലം പോകും. അപ്പോൾ ഈ ഒരു സൈഡ് ഡോറിൽ നമുക്ക് ഈ പാലിൽ ഇതുപോലെ സൂക്ഷിച്ചു വെക്കാം. പിന്നെ അച്ചാറോട് വെച്ചിട്ടുണ്ട്. ഇതെന്താണ്, ഇത് നമ്മുടെ സമൂസ ഷീറ്റാണ് കേട്ടോ. ഇത് ഒരു പ്രാവശ്യം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇത് ബാക്കി വന്നൊരു ഷീറ്റാണ്. നമ്മളിത് യൂസ് ചെയ്തിട്ടില്ല, ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ള ബാക്കിയില്ല. അപ്പം ഞാനിവിടെ ഇങ്ങനെ വെച്ചു. ഇനി നമുക്കിതിൽ ഇത് അച്ഛൻ്റെ ഇൻസുലിനാണ്. പിന്നെ ഇത് ഈ നോറിൻ്റെ ചിക്കൻ ക്യൂബ്സ് ആണ്. ഞാൻ എന്താ അറിയില്ല, ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വെക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു, പുറത്ത് വെച്ചാലും മതി. പിന്നെ ഒരു കോഫി പൗഡർ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കട്ടായി പോവില്ലേ, അതുകൊണ്ടാണ്. 2 ഉണ്ട് കേട്ടോ. ഇത് ഫിൽറ്റർ കോഫീൻ്റെ ആണ്. ഞാനൊരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് പറയുന്നൊന്നുമല്ല, ഇത് നല്ലൊരു ഫിൽറ്റർ കോഫിയാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യാം. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ടാറ്റയുടെ ക്യൂക്ക് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കോഫി പൊടി, നല്ലൊരു കോഫിയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഫിൽറ്റർ കോഫി ഇഷ്ടമാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് കോഫി പൊടിയാണെന്ന് വിചാരിക്കരുത്, ഇതിനകത്ത് കാന്താരി മുളകാണ് കേട്ടോ. ഞാൻ കാന്താരി മുളക് ഇത് നിറച്ചുണ്ടായിരുന്നു, ഇത് നിറയെ കാന്താരി മുളക് ഉണ്ടായിരുന്നു, എല്ലാം കഴിച്ചു തീർത്തു. നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിച്ചിട്ട് എല്ലാം തീർന്നു. അപ്പോൾ അതിൽ ബാക്കിയൊന്ന് കുറച്ചാണ് കേട്ടോ, അത് ഇവിടെ വെച്ചു. പിന്നെ ഇത് നേരത്തെ തേങ്ങ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു മുട്ട മാത്രമേ ബാക്കിയുള്ളൂ, മുട്ട. പിന്നെ ഇത് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചിയും ഞാൻ പറഞ്ഞില്ല, ഇഞ്ചി കുറേ നാൾ മുന്നേ വാങ്ങിച്ചാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലത്തെ ഒരു ബോക്സിൽ വെച്ചിട്ട്, ഇത് ഞാൻ പീൽ ചെയ്ത് വെച്ചതാണ്. പീൽ ചെയ്ത് വെച്ച ഇഞ്ചിനെ ഞാൻ ഇതുപോലത്തെ ഒരു ബോക്സിൽ വെച്ചിട്ട് അതിനെ ഞാൻ വെജിറ്റബിൾ ഫ്രൈയിലേക്ക് ഇടുകയാണ്. പിന്നെ കുറച്ച് സോസ് ഉണ്ട് കേട്ടോ. സോസും ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിരിക്കണേ. ഇത് ഗ്രീൻ ചില്ലി സോസ് ഉണ്ട്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്, റെഡ് ചില്ലി സോസ് ഉണ്ട്. പിന്നെ ഈ ഒറിഗാനോ
പിസ്സ സീസണിങ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ, ഒറിഗാനോ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂപ്പലിട്ട് പോകും. പിന്നെ നമുക്ക് എപ്പോഴൊന്നും യൂസ് ഇല്ലാത്ത സംഭവമല്ലേ, എപ്പോഴെങ്കിലൊക്കെ കണ്ണിക്ക് ഒരു പാസ്തയും കാര്യങ്ങളൊക്കെ ആക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഒറിഗാനൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ആ 2 ഐറ്റം കൂടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ ഫ്രിഡ്ജിൽ, പക്ഷെ ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആയിട്ടില്ലേ? ഓക്കെ, ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആയിട്ട് തന്നെ കാണുന്നില്ല, ഒരുപാട് സ്പേസ് ഇല്ല. ഇനി നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഈ ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിതിനെ നല്ല രീതിയിൽ അതിനൊന്ന് ഓർഗനൈസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പം എൻ്റെ അമ്മയുടെ ഫ്രിഡ്ജിൽ എന്തൊക്കെയുണ്ടെന്ന് കണ്ടില്ലേ? ഇത് അമ്മയുടെ ഫ്രിഡ്ജ്, ചെറിയൊരു ഫ്രിഡ്ജ്, കുറച്ച് സാധനങ്ങൾ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചൊരു കുഞ്ഞു ഫ്രിഡ്ജ്. അപ്പോൾ ഈ ഒരു ഐഡിയ അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ ഒന്നുകൂടെ പറയാണ്. കാരണം ഞാനിങ്ങനെ പറയുമ്പോൾ അമ്മ പറയും അതിനൊക്കെ ഒരുപാട് പൈസ ചിലവല്ലേ, എന്ന് എപ്പോഴും പറയും. ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം, ആമസോണിൽ നിന്ന് അത് വാങ്ങിക്കാം, മീഷോ നിന്ന് വാങ്ങിക്കാം എന്നൊക്കെ പറയുമ്പോൾ അമ്മയും സാധാരണ പറയാറുണ്ട് അതൊക്കെ ഭയങ്കര തലവേദനയാണ്, അതിനൊക്കെ ഓർഡർ ചെയ്യണം, വരണം, പൈസ, ഇങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഒരു സാധനവും ഞാൻ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടില്ല. ഇതൊക്കെ ഇവിടെയുള്ള ബോക്സസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇത് ദാവണഗിരി ചെയ്തപ്പം അതൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ച് ഒരു വീഡിയോയിൽ കാണിച്ചിട്ട് അതിൻ്റെ ലിങ്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മതി. നമുക്ക് ഇനി പുറത്തുനിന്ന് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലൊക്കെ എന്തൊക്കെ ബോക്സസ് ഉണ്ടാവും, നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന പല ഐറ്റംസ് ഉണ്ട്. ഐസ്ക്രീമിൻ്റെയൊക്കെ ഡബ്ബ ഉണ്ടാവില്ലേ, ഇതൊക്കെ നമ്മൾ കളയേണ്ടത്. നമുക്കിതൊക്കെ കഴുകി വെച്ച് അതിനകത്ത് നമുക്ക് പച്ചക്കറി സ്റ്റോർ ചെയ്യാലോ, അതിനകത്ത് നമുക്കൊരു എന്താ പറയുക പച്ചമുളക് ഇട്ട് വെക്കാലോ. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാമല്ലോ നമുക്ക്. പല ബോട്ടിൽസും റീയൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. കുറച്ച് കട്ടിയുള്ള പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് നല്ല എന്താ പറയുക ഓർഗനൈസ്ഡ് ആയിട്ട് ഫ്രിഡ്ജൊക്കെ ഒരുക്കി വെക്കുകയാണെങ്കിൽ അത് തുറക്കുമ്പോഴും അതിനകത്ത് ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് ഫീലാണ് കേട്ടോ. എനിക്കതൊക്കെ തോന്നാറുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും, നമ്മുടെ കിച്ചൺ ആവട്ടെ, നമ്മുടെ ഫ്രിഡ്ജ് ആവട്ടെ, നമ്മുടെ കബോർഡ് ആവട്ടെ, എന്താവട്ടെ, അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോഴും അതുമായിട്ട് എന്താ പറയുക നമുക്ക് കിച്ചണിൽ കയറുമ്പോഴാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ ആ ഒരു സന്തോഷം നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആവും. ഇത് കാണും. ഞാൻ കിച്ചൺ ട്രിക്സിൽ ചെയ്തപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പറഞ്ഞു പോയി, ഇതൊക്കെ ശരിക്കും സ്വാതിയുടെ വീട്ടിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ സംശയിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മൾ ഫ്രിഡ്ജിൽ എങ്ങനെ സ്റ്റോർ ചെയ്തെന്നൊക്കെ കാണിക്കാം. അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് അറിയാത്തവർക്ക് കൂടി കുറച്ചുകൂടി ഒരു ഹെൽപ്പ് ആവുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കുഞ്ഞൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ.